ഡോക്ടർ, എനിക്ക് കുറച്ച് നാളായിട്ട് ഹെയർ ഫോൾ ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എപ്പോഴാണ് ആക്ച്വലി ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത്? ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് എല്ലാ ദിവസവും മുടി കൊഴിയും. ഓക്കെ, നമുക്ക് മുടി കൊഴിച്ചിലില്ലാത്തൊരു സംഭവമില്ല. കാരണം നമ്മുടെ മുടി പല സ്റ്റേജസിൽ കൂടെ വന്നിട്ട് അവസാനം അതിനൊരു ഷെഡിങ് സ്റ്റേജ് ഉണ്ട്. അതാകുമ്പോൾ എല്ലാവരുടെ മുടിയും കൊഴിഞ്ഞു പോകും. മുടി അവിടെ നമുക്ക് ജനിച്ചപ്പോഴുള്ള മുടിയല്ല നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ പുതിയ മുടി വരും, പഴയ മുടി കൊഴിഞ്ഞു പോകും. ഇത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമലി ഒരു ദിവസം ഒരു 50 to 100 ഹെയർ പെർ ഡേ കൊഴിഞ്ഞു പോകും, എന്തായാലും കൊഴിഞ്ഞു പോകും. അപ്പോൾ അത് ഇത്രയും ലോങ് ഹെയർ ലൈക്ക് സ്പെഷ്യലി ഫീമെയിൽസിൽ നമുക്ക് ഇത് എല്ലാ ദിവസവും ഇരുന്ന് കൗണ്ട് ചെയ്യലൊന്നും പ്രാക്ടിക്കൽ അല്ല. സോ യൂഷ്വലി നമ്മൾ പറയാം, നമ്മൾ കിടക്കണോടത്ത് ഇരിക്കണോടത്തൊക്കെ മുടി കാണുന്നുണ്ട്. ലൈക്ക് അബ്നോർമലി കൂടുതൽ ഹെയർ ഫോൾ കാണും. ഇപ്പോൾ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് മുടി കാണണമെന്ന് വെച്ചിട്ട് അതങ്ങനെ വലിയൊരു പ്രോബ്ലം ഉള്ള ഒരു ഫോൾ ആയിരിക്കില്ല. പക്ഷെ നമ്മൾ ഡെയിലി ആൾക്കാർ നമ്മളോട് പറഞ്ഞു തുടങ്ങും, നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു തുടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ സൈൻ ദാറ്റ് യു ഹാവ് കൈൻഡ് ഓഫ് ഒരു കുറച്ച് കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടെന്നുള്ളത്. കാരണം 50 മുടിയൊന്നും കൊഴിഞ്ഞു പോകണം, 100 മുടിയൊന്നും കൊഴിഞ്ഞു യൂഷ്വലി നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് നോട്ടീസ്ഡ് ആവില്ല. അതിൽ കൂടുതൽ മുടി കൊഴിയുമ്പോഴാണ് കൂടുതലും നോട്ടീസബിൾ ആയിട്ട് വരിക. ഇത് ട്രീറ്റ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചിലപ്പോൾ ഇത് നമ്മൾ കൊല്ലങ്ങളോളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഇതൊരു ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ഹോർമോണൽ ആയിട്ടുള്ള രീതിയിലുള്ള ഹെയർ ഫോളോ, ജനറ്റിക് ആയിട്ടുള്ള രീതിയിൽ വരുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ഹെയർ ഫോൾ ഉണ്ട്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ റൂട്ട് ചെറുതായി പോയി അവസാനം റൂട്ട് അടഞ്ഞു പോവുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റിലോട്ടൊക്കെ ലേറ്റർ സ്റ്റേജിൽ പോകേണ്ടി വരും. ഇങ്ങനത്തെ ഹെയർ ഫോൾ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂഷ്വലി ഇങ്ങനത്തെ ഇതിനുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ ഹെയർ ഫോൾ കൂടുതലായിട്ടുണ്ടാവും. അത് കാണുമ്പോൾ ആൾക്കാർക്ക് പേടിയായിട്ട് പിന്നെ അവസാനം ട്രീറ്റ്മെന്റ് നിർത്തും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മരുന്നുകൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്ന മരുന്ന് കറക്റ്റായിട്ട് ഡോക്ടറോട് കറക്റ്റായിട്ട് ചോദിക്കുക. ഇത് ഉപയോഗിക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. യൂഷ്വലി ആൾക്കാർ ഇതൊന്നും പറയാത്തതുകൊണ്ട് കാണുമ്പോൾ ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കൂടുതലുള്ള പോലെ ഇനീഷ്യൽ സ്റ്റേജിൽ തോന്നും. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ആൾക്കാർ ട്രീറ്റ്മെന്റ് നിർത്തുന്നത്. അപ്പോൾ എന്ത് രീതിയിലുള്ള ഹെയർ ഫോൾ ആണെന്ന് ഡയഗ്നോസ് ചെയ്യൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. സോ ഇഫ് യു ഫീൽ ദാറ്റ് യു ഹാവ് ഹെയർ ഫോൾ, അല്ലെങ്കിൽ ആൾക്കാർ പറയുന്നുണ്ട് ഹെയർ ഫോൾ ഉണ്ടെന്ന്, അല്ലെങ്കിൽ കിടക്കുമ്പോൾ ഇരിക്കുന്നതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ലാതെ നമ്മളൊരു 2-3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് മുടി കാണണമെന്ന് വെച്ചിട്ട് അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹെയർ ഫോൾ ആയിട്ട് കാണാൻ പറ്റില്ല.